വളാഞ്ചേരിയിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച സ്ത്രീയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മരുന്നുകൾ ഫലം കണ്ടു തുടങ്ങിയിട്ടില്ലെന്നും നില ഗുരുതരമായി തുടരുകയാണെന്നുമാണ് വിവരം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് നിപ ബാധിച്ച 42-കാരി. അപ്പോൾ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട്. വൈറ്റൽസ് സ്റ്റേബിളാണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ 49 കോണ്ടാക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. 49 കോണ്ടാക്ട്സ്. ഇതിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 6 പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട്. നിപ രോഗബാധ സ്ഥിരീകരിച്ച സ്ത്രീ അടുത്തിടെ ഒരു പഴവും കഴിച്ചിട്ടില്ലെന്നും അണുബാധയുടെ പ്രധാന ഉറവിടമായ വവ്വാലുകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട്. ഇവരുടെ വീട്ടിലെ കോഴികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചത്തതായി കുടുംബം പറയുന്നുണ്ട്. പ്രദേശത്ത് ഒരു പൂച്ച ചത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന സാമ്പിൾ ശേഖരിച്ച വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. പുതിയ രോഗബാധയ്ക്ക് പിന്നിൽ ഇതിന് ബന്ധമുണ്ടോ എന്ന് വിദഗ്ധർ അന്വേഷിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാത്ത സ്ത്രീക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപൂർവമായി മാത്രമേ ഇവർ പുറത്ത് യാത്ര ചെയ്തിട്ടുള്ളൂ. രോഗം ബാധിച്ച സ്ത്രീയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിലും ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ സ്ഥിരീകരിച്ച സ്ത്രീയുടെ വീട്ടിലെ മറ്റ് 2 കുടുംബാംഗങ്ങളിൽ സമാനമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. രോഗബാധയുടെ കൃത്യമായ ഉറവിടം അജ്ഞാതമായി തുടരുന്നതിനാൽ സമ്പർക്കം കണ്ടെത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും സങ്കീർണത വർദ്ധിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 3ാം തവണയാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.